ഇവിടെ പായസത്തിനുള്ള ചെറുപരിപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പായസം റെഡി ആയി കഴിഞ്ഞാൽ കൂടെ കഴിക്കാൻ വേണ്ടി പഴക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു സാധനം വിട്ടുപോയത് പോലെ എനിക്കൊരു തോന്നൽ. ഇതാ ഇവൻ തന്നെ ബോളിക അഥവാ ബോളിക. ഇതില്ലാണ്ട് എന്ത് പായസം? തലേ ദിവസം തന്നെ വാങ്ങേണ്ടതായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്റെ വീട്ടു പ്രദേശത്തെ ഷോപ്പുകളിൽ കിട്ടിയില്ലെങ്കിൽ ടൗണിൽ പോകാനിരിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസം എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും ഞാൻ വിചാരിച്ചു. എന്തായാലും അത് വേണ്ടി വന്നില്ല. എന്റെ വയറ്റ് ഭാഗ്യം കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ള എക്സ്പ്രസ് എന്ന ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ ഉച്ചക്കത്തെ വിഷു സദ്യയും പായസം നേരത്തെ വാങ്ങിയ ബോളിയും പഴവും കൂടി ചേർത്തുള്ള കൂട്ടിയടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. നീലശരത്തോട് ചേർന്ന് നിൽക്കുന്ന അഴിത്തല എന്ന തീരപ്രദേശമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് മറ്റൊരു വഴിയാണ്. വേറൊരു വഴിയുണ്ട്, കുറച്ച് ലോങ് ആയിട്ടാണ്. കാറ്റാടി മരങ്ങൾ നിറഞ്ഞ വലിയ വനത്തിലിടയിൽ കൂടി നടന്നിട്ട് വേണം ഈ കടൽ തീരത്തേക്ക് എത്താൻ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, കടലിനോട് നീണ്ടു നിൽക്കുന്ന ഒരു പാലം. അനേകം പാറക്കല്ലുകൾ കൂട്ടിയിട്ടിട്ടാണ് ആ പാലം നിർമ്മിച്ചത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അവിടെ. പക്ഷെ അത് സ്വന്തം റിസ്കിലായിരിക്കണം എന്ന് മാത്രം. കുട്ടികളെ കൊണ്ടൊന്നും ഒരു കാരണവശാൽ ആ ഭാഗത്തേക്ക് പോകരുത്. കാരണം യാതൊരു സുരക്ഷാ സംവിധാനം അവിടെ സജ്ജാക്കിയിട്ടില്ല. സാഹസത്തിന് മുതിർന്നാൽ മാത്രം പോരാ, അതിലുള്ള ആരോഗ്യം കൂടി നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അതിപ്പോ കടൽപ്പാലമായാലും ശരി, കൊടുമുടിയായാലും ശരി. ഇത്രയായിട്ടും ആൾക്കാരുടെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി. അതുകൊണ്ട് വണ്ടി എടുത്ത് പുറത്തേക്ക് കടക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. നല്ല ബ്ലോക്ക് ആയിരുന്നു. ഒരു അരമണിക്കൂർ കൂടി കാത്തിരുന്നെങ്കിൽ അവിടെ തന്നെ താമസമാക്കേണ്ടി വന്നേനെ. എന്തായാലും കുറെ നേരത്തെ ബ്ലോക്കിന് ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി. കുറെ വെയിലും കൊണ്ട് മണൽ നടന്ന് കടൽക്കാറ്റൊക്കെ കൊണ്ടതല്ലേ. ഒന്ന് നന്നായി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ബാക്കിയുണ്ടായിരുന്ന പടക്കൊക്കെ പൊട്ടിക്കാൻ ഞാൻ തുടങ്ങി. വിഷുവിന്റെ തലേദിവസം രാവിലെയും എന്റെ കൂടെ പടക്കം പൊട്ടിക്കാൻ എന്റെ അനിയനുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവൻ അവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അതുകൊണ്ട് ബാക്കി വന്ന പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവശേഷിക്കുന്ന അവസാനത്തെ കമ്പിത്തിരിയോടുകൂടി ഞാൻ വിഷുവിനോട് ടാറ്റ പറഞ്ഞു നേരെ കട്ടിലിൽ പോയി സുഖമായി ഉറങ്ങാൻ തുടങ്ങി. ഇവിടെ പായസത്തിനുള്ള ചെറുപരിപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പായസം റെഡി ആയി കഴിഞ്ഞാൽ കൂടെ കഴിക്കാൻ വേണ്ടി പഴക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു സാധനം വിട്ടുപോയത് പോലെ എനിക്കൊരു തോന്നൽ. ഇതാ ഇവൻ തന്നെ ബോളിക അഥവാ ബോളിക. ഇതില്ലാണ്ട് എന്ത് പായസം? തലേ ദിവസം തന്നെ വാങ്ങേണ്ടതായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്റെ വീട്ടു പ്രദേശത്തെ ഷോപ്പുകളിൽ കിട്ടിയില്ലെങ്കിൽ ടൗണിൽ പോകാനിരിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസം എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും ഞാൻ വിചാരിച്ചു. എന്തായാലും അത് വേണ്ടി വന്നില്ല. എന്റെ വയറ്റ് ഭാഗ്യം കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ള എക്സ്പ്രസ് എന്ന ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ ഉച്ചക്കത്തെ വിഷു സദ്യയും പായസം നേരത്തെ വാങ്ങിയ ബോളിയും പഴവും കൂടി ചേർത്തുള്ള കൂട്ടിയടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. നീലശരത്തോട് ചേർന്ന് നിൽക്കുന്ന അഴിത്തല എന്ന തീരപ്രദേശമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് മറ്റൊരു വഴിയാണ്. വേറൊരു വഴിയുണ്ട്, കുറച്ച് ലോങ് ആയിട്ടാണ്. കാറ്റാടി മരങ്ങൾ നിറഞ്ഞ വലിയ വനത്തിലിടയിൽ കൂടി നടന്നിട്ട് വേണം ഈ കടൽ തീരത്തേക്ക് എത്താൻ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, കടലിനോട് നീണ്ടു നിൽക്കുന്ന ഒരു പാലം. അനേകം പാറക്കല്ലുകൾ കൂട്ടിയിട്ടിട്ടാണ് ആ പാലം നിർമ്മിച്ചത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അവിടെ. പക്ഷെ അത് സ്വന്തം റിസ്കിലായിരിക്കണം എന്ന് മാത്രം. കുട്ടികളെ കൊണ്ടൊന്നും ഒരു കാരണവശാൽ ആ ഭാഗത്തേക്ക് പോകരുത്. കാരണം യാതൊരു സുരക്ഷാ സംവിധാനം അവിടെ സജ്ജാക്കിയിട്ടില്ല. സാഹസത്തിന് മുതിർന്നാൽ മാത്രം പോരാ, അതിനുള്ള ആരോഗ്യം കൂടി നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അതിപ്പോ കടൽപ്പാലമായാലും ശരി, കൊടുമുടിയായാലും ശരി. ഇത്രയായിട്ടും ആൾക്കാരുടെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി. അതുകൊണ്ട് വണ്ടി എടുത്ത് പുറത്തേക്ക് കടക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. നല്ല ബ്ലോക്ക് ആയിരുന്നു. ഒരു അരമണിക്കൂർ കൂടി കാത്തിരുന്നെങ്കിൽ അവിടെ തന്നെ താമസമാക്കേണ്ടി വന്നേനെ. എന്തായാലും കുറെ നേരത്തെ ബ്ലോക്കിന് ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി. കുറെ വെയിലും കൊണ്ട് മണൽ നടന്ന് കടൽക്കാറ്റൊക്കെ കൊണ്ടതല്ലേ. ഒന്ന് നന്നായി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ബാക്കിയുണ്ടായിരുന്ന പടക്കൊക്കെ പൊട്ടിക്കാൻ ഞാൻ തുടങ്ങി. വിഷുവിന്റെ തലേദിവസം രാവിലെയും എന്റെ കൂടെ പടക്കം പൊട്ടിക്കാൻ എന്റെ അനിയനുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവൻ അവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അതുകൊണ്ട് ബാക്കി വന്ന പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവശേഷിക്കുന്ന അവസാനത്തെ കമ്പിത്തിരിയോടുകൂടി ഞാൻ വിഷുവിനോട് ടാറ്റ പറഞ്ഞു നേരെ കട്ടിലിൽ പോയി സുഖമായി ഉറങ്ങാൻ തുടങ്ങി.